അവർ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ബാലും തുമ്പും ഇല്ലാതെ ഏതെങ്കിലും ഒരു അറ്റമല്ല വെളിപ്പെടുത്തേണ്ടത്, വ്യക്തമായി വെളിപ്പെടുത്തുക. ആർക്കെതിരെയാണെങ്കിലും നടപടി എടുക്കുക. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെയുള്ള പരിപാടിയൊക്കെയാണ് ഇവരെ ക്ഷണിച്ച് ഇവർ പോയെന്ന് പറയുന്നത്. വയനാട് ഒരു ഡിവൈഎഫ്ഐ നേതാവ് വന്ന് മോശമായി പെരുമാറി. അപ്പൊ ഭർത്താവ് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്തുകൂട്, നമ്മുടെ കടങ്ങളൊക്കെ തീരട്ടെ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ത്രീയെ ഇവർ വിളിച്ചിരുന്നോ? ഈ പരിപാടിയിൽ എന്തുകൊണ്ട് ആ സ്ത്രീയെ ഇവർ പങ്കെടുപ്പിച്ചില്ല? ഇപ്പൊ ആ സ്ത്രീ അനുഭവിച്ച അത്രയൊന്നും ബുദ്ധിമുട്ട് ഈ പറഞ്ഞ യുവനടിയൊന്നും അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവര് തന്നെ പറയുന്നത് ഞാൻ നേരിട്ടൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് പലതവണ പറഞ്ഞതാ. അതെ, അതൊരു പാർട്ടി കുടുംബമാണ്. പാർട്ടി കുടുംബത്തിലെ ഒരു ഭാര്യയ്ക്കാണ് ഡിവൈഎഫ്ഐ നേതാവിൽ നിന്നും വളരെ മോശമായിട്ടുള്ള സമീപനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായത്. ആ സ്ത്രീ ഇവരെന്ത് വിളിക്കാത്തെ? അവരെയല്ലേ ആദ്യം വിളിക്കേണ്ടിയിരുന്നത്. അപ്പൊ ഇവർക്ക് ഇവരുടേതായ പ്ലാൻ ഉണ്ട്, അജണ്ട ഉണ്ട്. അല്ല, അവർക്ക് എന്താ പറയുക, സെലക്റ്റീവ് ആണ് ഈ വിഷയത്തിൽ. അവര് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, തങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ, തങ്ങൾ ഇരയാക്കപ്പെടുന്നു അല്ലെങ്കിൽ തങ്ങളെ വിമർശിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മാത്രമേ ഇവര് ഈ വിഷയത്തിൽ പ്രതികരിക്കൂ. ഇവര് പ്രതികൂട്ടി നിൽക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അവര് ഇതുമായി ഇത്തരം ഒരു വിഷയമാണെങ്കിൽ അവര് മൈൻഡ് ചെയ്യാനേ പോകത്തില്ല. ഇപ്പൊ നമ്മൾ നോക്കുക, ഏറ്റവും ഒടുവില് പാലക്കാട് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധങ്ങൾ കൂടുതൽ നടക്കുന്ന ഒരു ജില്ലയാണല്ലോ പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ നിന്നും CPM-ന്റെ ഒരു ബ്രാഞ്ച് നേതാവിനെ പോക്സോ കേസിൽ പിടികൂടിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നൊരു വാർത്ത. ഇന്ന് രാവിലെ വന്നൊരു വാർത്തയാണ്. അയാളെ പാർട്ടി പുറത്താക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പോലും പറയപ്പെടുന്നുണ്ടെന്നേ ഉണ്ടാവുള്ളൂ.